മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. എറണാകുളത്ത് ഭർത്താവിനെ കബളിപ്പിച്ച് 2 കോടിയിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഭാര്യയെ കാണാനില്ലെന്ന ചെന്നൈ സ്വദേശിയുടെ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തട്ടിപ്പിന് കൂട്ടുനിന്ന 2 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത സഹിൻ ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിന് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ബിനിലെ, ഇത് ഒരു സിനിമാ സ്റ്റൈലിലുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുമല്ലോ ഒരു സിനിമാ സ്റ്റൈലിലുള്ള വലിയ തട്ടിപ്പ് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ സ്ത്രീ 2ാം ഭർത്താവാണ് ഈ ചെന്നൈ സ്വദേശി എന്ന് പറയുന്നത്. മുൻപ് ഇവർ ആലുവയിലുള്ള ഒരാളെ ആയിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ സ്ത്രീയുടെ ഭർത്താവ് ഒരു പരാതി ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ്. തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് അവർക്ക് ഗോളിയാറിൽ നിന്നും ഒരു സിസ്റ്ററും ഒപ്പം തന്നെ അവിടെയുള്ള മറ്റൊരാളുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നു. തൻ്റെ ഭാര്യ അവിടെ വെച്ച് മരണപ്പെട്ടു, അവരുടെ ശവസംസ്കാരം മറ്റ് നടപടികൾക്കുമായി 10 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആ ഫോൺ കോളിലുണ്ടായിരുന്നത്. ഇതോടുകൂടി ഇയാൾ പരാതി പോലീസിനെ സമീപിച്ചു. പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന് കണ്ടതോടെ ചെന്നൈ കോടതിയെ സമീപിക്കുകയാണ് ഹേബിയസ് കോർപ്പസുമായി, തൻ്റെ ഭാര്യയെ കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതോടുകൂടി കോടതി ശക്തമായ താക്കീത് പോലീസിന് നൽകി. പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് മനസ്സിലാകുന്നത് ഈ സ്ത്രീ എറണാകുളത്തുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ അന്വേഷണം എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറുകയാണ്. സെൻട്രൽ പോലീസ് പരിശോധനകൾ നടത്തുന്നു, തൃശ്ശൂർ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇവർ വന്നുപോയത് ഇവിടുത്തെ തന്നെ ഒരു മാളിലാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഈ സ്ത്രീ അവർ പനമ്പള്ളി നഗറിൽ ഒരു ഫാഷൻ സ്റ്റോർ നടത്തുകയാണ്, ഒപ്പം തന്നെ വൈറ്റ് ലൈനിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു എന്നുള്ളത്. അതും ഇവരുടെ ആദ്യ ഭർത്താവായിരുന്ന ആളോടൊപ്പമാണ് താമസമെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ചെന്നൈ സ്വദേശിയുടെ പക്കൽ നിന്നും 2.5 കോടി രൂപ, 2 കോടി 50 ലക്ഷം രൂപയും കുറേ സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് ഇവർ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഈ പറയുന്ന ആദ്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളെ എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് എറണാകുളം സെൻട്രൽ പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് ഇവർ പോലീസ് സ്റ്റേഷൻ്റെ 400 മീറ്റർ അകലെ ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവർ പോലീസ് അന്വേഷണം നടത്തി ചെല്ലുമ്പോൾ ഒരു കാറിൽ ഇവരും 2 പുരുഷന്മാരും ഒപ്പം ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ പുരുഷന്മാർ ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. ഇവരെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായി. ഈ 2 പേരെ പോലീസ് കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ സംഘടിതമായ ഒരു കുറ്റകൃത്യം, ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കുറ്റകൃത്യമായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. വിവാഹ തട്ടിപ്പിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ പണമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ മാട്രിമോണിയൽ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയോ സമീപിച്ച് പിന്നീട് അവരുടെ ഭാര്യയായി ജീവിച്ച ശേഷം വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആളാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ബിനില, ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്. അങ്ങനെ ഒരു വിവാഹ തട്ടിപ്പിന്റെ ആംഗിൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഭാര്യയെ കാണാനില്ലെന്ന ഭർത്താവിന്റെ പരാതി മാത്രമായിരുന്നു. പക്ഷെ അതിലൊരു തട്ടിപ്പ്, അത് പ്രധാനപ്പെട്ട പണം, അതായത് 2 കോടിയിലധികം രൂപ കബളിപ്പിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ സഹിൻ ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.